പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ തോരനാണ്. കണ്ട, അപ്പോൾ നമുക്ക് മീൻ തോരൻ ആവശ്യമുള്ളത് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല കുഞ്ഞിമത്തി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ മീൻ തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. നല്ല രസമാണ്. നിങ്ങൾ മീൻ തോരന് കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൽ, കുഞ്ഞി ജാറിലാണ് ഇടുന്നത്. തേങ്ങ മൊത്തം ഇങ്ങനെ ഇടുന്നത്. എന്താ മൊത്തം തേങ്ങയിട്ട്, പിന്നെ പച്ചമുളക്, അപ്പം നമ്മളെല്ലാം മിക്സിയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചിട്ട് എടുത്തിട്ട് വരാം. നല്ലോണം അരിയണം കേട്ടോ. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ മാത്രം അരിഞ്ഞാൽ മതി. അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം കണ്ടോ, നമ്മളിങ്ങനെ ചതുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇത്രയേ വെള്ളം വേണ്ട, കൂടുതലൊന്നും ആയിപ്പോര്, കുറച്ചൊന്നും മുങ്ങാൻ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഇടുന്നത് കണ്ട മത്തി ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ മാങ്ങ ഇടും. കണ്ട, നല്ല പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. പച്ചമാങ്ങയും കൂടി ഇതിനകത്തിടുക. എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം കുറച്ച് പൊത്തി വെച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതൊക്കെ ശരിയായിക്കോളൂ. മീൻ തോരൻ്റെ കൂടെ നമ്മൾ ചോറിന് കുഞ്ഞിമത്തി ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ നല്ല ചെമ്പല്ലിയാണ്. എന്താ അതിന് വേറെ പേരില്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെമ്പല്ലി എന്ന് പറയും. അപ്പോൾ തോലൊക്കെ പൊളിച്ച് സെറ്റാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം കണ്ടാ, നല്ല ചെമ്പല്ലി. അപ്പോൾ നമ്മൾ ചെമ്പല്ലി ഫ്രൈ ആക്കട്ടെ. ചെമ്പല്ലി 2 മേടിച്ചില്ലല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറാശി മീൻ കൂട്ടൂല. അപ്പം ഒരു ചെമ്പല്ലി എനക്കും, പിന്നെ മത്തി. ഇത് കണ്ട, ഇതിൻ്റെ കണ്ണാണ്. എനിക്ക് കണ്ണ് നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പം ആ മീൻ അവിടുന്ന് ഫ്രൈ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഏകദേശം സെറ്റായി. ഏകദേശം നമ്മളെ മീൻ തോരൻ സെറ്റായി വന്നിട്ടുണ്ട്. ഉണ്ട്, അതിന് ഒരു തളയും കൂടി തളിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. പിന്നെ നല്ല മീൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി സെറ്റായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നല്ല റേഷൻ അരി ചോറാണ് നമ്മൾ വെക്കുന്നത്. റേഷൻ അരിൻ്റെ ചോറും തോരനും മീൻ പൊരിച്ചും പരിപ്പ് കറിയും അപ്പം ഒരു വറവും എല്ലാം കൂടി ഞാൻ ആക്കുന്നത് കാണിച്ചത്. നല്ല രസമായിരിക്കും റേഷൻ അരി ചോറ്. കുറച്ച് വേപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറ് വെച്ചിട്ട് വേഗം വരെ. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ വൈദ്യനിങ്ങ വറവും കൂടി ആക്കുന്നുണ്ട്. ഇത് എൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന്, ഞാൻ അവിടെ നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഞാൻ പറിച്ചുകൊണ്ടുവന്നാണ്. നല്ല വളയില്ലാത്ത വൈദ്യനിങ്ങയാണ്. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 4-5 എണ്ണയൊക്കെ പറിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം, അത്രയല്ലേ വേണ്ടു. നമ്മൾ കുറച്ച് ആൾ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പരിപ്പ് കറി, റേഷൻ അരി ചോറ്, ബാക്കി സംഭവങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ മന്തി ബിരിയാണി വെക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് റേഷൻ അരി ചോറ്, പരിപ്പ് കറി. ഇപ്പോൾ പരിപ്പ് കറിയിൽ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, പച്ചമുളക് ഞാൻ ഇങ്ങനെ ഫുൾ കീറൂല, ഇങ്ങനെ ഒരു കീറ് വെച്ച് കൊടുക്കുകയില്ല. പിന്നെ ഉള്ളി, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളി. പിന്നെ നമ്മൾ കാച്ചുമ്പോൾ കുറച്ച് കടുക് വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് കാച്ചിയെടുക്കുക. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പരിപ്പ് കറി വെച്ചിട്ട് ഓടി വരാം. നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. വേറെ പൊടികളൊന്നും ചേർക്കില്ല, ഇത്രയും പൊടി ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മളെ മീൻ തോരൻ, മീൻ പൊരിച്ച നല്ല വൈദ്യനിങ്ങ വറവ്, പരിപ്പ് കറി, ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ്. നമ്മൾ മീൻ തോരൻ ആദ്യം നിന്ന് നോക്കട്ടെ. നല്ല പച്ചമാങ്ങ, നല്ല എരിവുണ്ട്. പച്ചമുളക് കുറേയിട്ടുണ്ട്, നല്ല എരിവുണ്ട്, നല്ല രസമാണ്. മറ്റിതെല്ലാം കൂട്ടിയിട്ട് പരിപ്പ് കറിയും നല്ല റേഷൻ അരി ചോറേണ്ട കൂട്ടി ഒരു കഷ്ണം പൊരിച്ചെല്ലാം വെച്ച് പരിപ്പ് കറിയാണ് മതി. നമുക്ക് ചോറിന് പരിപ്പ് കറിയാണ് വേണ്ടു. പക്ഷേ പൊരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും വറവെല്ലാം ഉണ്ടെങ്കിൽ പരിപ്പ് കറി മതി. അല്ലാണ്ട് മീൻ കറിയൊന്നും നമ്മളങ്ങനെ ചോറിന് ആക്കലില്ല, കുറവാണ്. പരിപ്പ് കറി തന്നെ കൂടുതലാക്കാം. എല്ലാം കൂടി ഇങ്ങനെ നല്ല കുഞ്ഞിമത്തി തോരനാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനുണ്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. റേഷൻ അരി ചോറും അതിൻ്റെ ഓരോ തരം കറികളുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഉണ്ടാക്കി വെക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന്